ബിസിനസ് നേർവഴിക്ക് നടത്താൻ വ്യാപാരികൾക്ക് കൂടെയുണ്ട് ശ്രീധര. GST നോട്ടീസുകൾക്കുള്ള മറുപടി, രജിസ്ട്രേഷൻ, റിട്ടേൺ ഫയലിംഗ്, അപ്പീൽ ഫയലിംഗ്, അക്കൗണ്ടിംഗ്, ഇൻകം ടാക്സ് റിട്ടേൺ ഫയലിംഗ് ആൻഡ് പ്രൊജക്ട് റിപ്പോർട്ട് തുടങ്ങി വ്യാപാരികൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ ലഭിക്കാൻ ശ്രീധര അക്കൗണ്ട് വടക്കാഞ്ചേരി. ഫോൺ 9447077369. മറ്റൊരു നമ്പർ 9562467999. പോലീസ് ക്രൂരതയ്ക്കെതിരെ പരാതി നൽകാനെത്തിയ തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് അവഗണിച്ചുവെന്ന ദളിത് യുവതിയുടെ ആരോപണത്തിൽ പ്രതികരിച്ച പ്രതിപക്ഷ നേതാവ് VD സതീശൻ, ഒരു ദളിത് യുവതിക്ക് പോലും ഇവിടെ നീതി ലഭിക്കുന്നില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. പോലീസ് സ്റ്റേഷനിൽ പരാതി പറയുന്നവരെ അപമാനിക്കുകയാണ്. പോലീസ് ഭരണത്തിന്റെ നേർസാക്ഷ്യമാണ് ദളിത് യുവതിക്കുണ്ടായ സംഭവം. പോലീസ് സ്റ്റേഷനിൽ ചെല്ലുന്നവർക്ക് കക്കൂസിലെ വെള്ളമാണോ കുടിക്കാൻ കൊടുക്കുന്നതെന്നും VD സതീശൻ ചോദിച്ചു. സർക്കാരിന്റെ 4ാം വർഷം നാളെ UDF കരിദിനമായി ആചരിക്കും. സർക്കാർ ഇല്ലായ്മയാണ് സർക്കാരിന്റെ മുഖമുദ്രയെന്നും അദ്ദേഹം ആരോപിച്ചു. കേരളം ലഹരിമരുന്നിന്റെ താവളമാണ്. സർക്കാർ രാഷ്ട്രീയ സുരക്ഷ നൽകി സംരക്ഷിക്കുകയാണ്. കേരളത്തിലെ ക്ഷേമനിധി ബോർഡ് തകർന്നു. ഒന്നിനും പണമില്ലാത്ത ദയനീയ അവസ്ഥയാണ്. കേരളത്തിന്റെ ധനസ്ഥിതി പരിതാപകരമാണ്. പൊതുകടം 6 ലക്ഷം കോടിയിലേക്ക് ഉയർന്നു. മരുന്നില്ല, ഭക്ഷണ സാധനങ്ങളില്ല. KSEBയെ കടത്തിലാക്കി. വൈദ്യുതി ചാർജ് കൂട്ടി. ക്ഷേമനിധി ആനുകൂല്യങ്ങൾ ഇല്ലാതാക്കി. 4ാം വാർഷിക പ്രമോഷനു വേണ്ടി പരസ്യമല്ലാതെ മാധ്യമങ്ങൾക്ക് പണം കൊടുക്കുന്നുണ്ടോ എന്നും മുഖ്യമന്ത്രിയോട് പ്രതിപക്ഷ നേതാവ് ചോദിച്ചു. മന്ത്രിമാരെ പ്രമോട്ട് ചെയ്യാൻ ജനങ്ങളുടെ പണം ഉപയോഗിക്കുന്നുണ്ടോ? മലയോരത്തെ പാവപ്പെട്ടവരുടെ ജീവിതം വന്യജീവികൾക്ക് ആക്രമിക്കാൻ വിട്ടുകൊടുത്തിരിക്കുകയാണ്. വേടനെ ലഹരി വിരുദ്ധ പരിപാടികളിൽ കൊണ്ടുവന്നതിൽ തെറ്റില്ലെന്നും തെറ്റ് തിരുത്തി വന്ന ആളാണ് വേടനെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂസ് ഡെസ്ക് എനിടൈം ന്യൂസ്. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ എനിടൈം ന്യൂസ്.